മുസ്ലിം ക്രിസ്ത്യൻ എന്ന വിവേചനം ഗസയിലില്ല. കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സഹകരണം ഇവിടെ സാധാരണമാണ്. മുസ്ലിം ശവകുടീരങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളെയും സംസ്കരിക്കുന്നത്, വേർതിരിവിന്റെ അടയാളങ്ങളൊന്നുമില്ലാതെ. ഗസയിലെ താൽ അൽ സുൽത്താൻ സെമിത്തേരിയിലെ തൊഴിലാളിയായ ഇഹ്സാൻ അൽ നാട്ടൂരിന്റെ വാക്കുകളാണിത്. ഒരു വലിയ കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ ലോകത്തെ മുഴുവനായി തന്നെയോ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം മനുഷ്യർക്കിടയിലുള്ള മതത്തിന്റെയും സമ്പത്തിന്റെയും വേർതിരിവുകൾ ഇല്ലാതാകാറുണ്ട്. കോവിഡ് വന്നപ്പോഴും പ്രളയമുണ്ടായപ്പോഴും രാഷ്ട്രീയ മത അതിർവരമ്പുകളില്ലാത്ത ആ ഒരുമയുടെ സുഖം മലയാളികളും അനുഭവിച്ചതാണ്. വിയോൺ ന്യൂസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഗസയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി അപകടകരമായ റോഡുകളിലൂടെ യാത്ര ചെയ്യേണ്ടിവരുന്ന പലസ്തീൻ ക്രിസ്ത്യാനികൾക്കായി മുസ്ലിം സെമിത്തേരികൾ തുറന്നിട്ടിരിക്കുന്നതായി പറയുന്നു. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ അരാജകത്വത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് അവരുടെ സെമിത്തേരികൾ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലേക്ക് സഞ്ചരിക്കുക എന്നത് തീർത്തും ദുഷ്കരമാണ്. പോകും വഴി തന്നെ യുദ്ധത്തിന്റെ വെടിയുണ്ടകളെയും മിസൈലുകളെയും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഇതിന് പരിഹാരം കാണുന്നതിനാണ് മുസ്ലിം സെമിത്തേരികളിൽ സംസ്കരിക്കുന്നത്. 10 വർഷമായി താൽ അൽ സുൽത്താൻ സെമിത്തേരിയിൽ ജോലി ചെയ്യുന്ന ഇഹ്സാൻ അൽ നാട്ടൂർ ഇത് തന്റെ ആദ്യത്തെ അനുഭവമെന്നാണ് വിശേഷിപ്പിച്ചത്. ഞാൻ ഏകദേശം 10 വർഷമായി ഈ സെമിത്തേരിയിൽ ജോലി ചെയ്യുന്നു. പക്ഷെ ഇത് ജീവിതത്തിൽ ആദ്യമാണ്. ഒരു ക്രിസ്ത്യാനിയെ ഒരു മുസ്ലിം ശവക്കുഴിയിൽ അടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ യുദ്ധം കാരണം ഇവിടെ അടക്കം ചെയ്യുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു, ഇഹ്സാൻ പറഞ്ഞു. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 6 മാസം മുൻപ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ 33,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതലും സാധാരണക്കാരാണ്. പലർക്കും മുഴുവൻ കുടുംബത്തെ തന്നെ നഷ്ടമായി. ഗസ തീരപ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ തരിശുഭൂമിയായി മാറിയിരിക്കുന്നു. കെട്ടിടങ്ങൾ പൊടികളായി തീർന്നിരിക്കുന്നു. തകർന്ന ആശുപത്രികൾക്ക് അതിന്റെ നാശനഷ്ടങ്ങളെ നേരിടാൻ പോലും കഴിയില്ല. അതേസമയം പട്ടിണിയും സാധ്യമായ ക്ഷാമവും ദുരിതത്തിന്റെ തോതും വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ക്രിസ്ത്യൻ സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന വടക്കൻ ഗസയിലെ താമസക്കാരെ വീട്ടിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ ഇതുവരെ അനുവദിച്ചിട്ടുമില്ല. ഹനി സുഹൈൽ അബു ദാവൂദ് എന്ന ക്രിസ്ത്യാനിയുടെ മൃതദേഹം താൽ അൽ സുൽത്താൻ സെമിത്തേരിയിൽ ഏറ്റുവാങ്ങിയത് ഉപരോധത്തിനിടയിലായിരുന്നു. അവനോട് ശരിയായി വിട പറയാൻ പോലും കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. അൽ സുൽത്താൻ സെമിത്തേരിയിൽ ജോലി ചെയ്യുന്ന ഇഹ്സാൻ അൽ നാട്ടൂർ പറയുന്നു, അതിനാൽ അദ്ദേഹത്തെ ഇവിടെ സംസ്കരിച്ചു. ഞങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യാനി എന്ന വിവേചനമില്ല. മുസ്ലിങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. അവൻ ക്രിസ്ത്യാനിയാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളൊന്നുമില്ലാതെ തന്നെ. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സഹകരണം ഗസയിൽ അസാധാരണമല്ല. ഈ ഭൂമിയിലെ ദൈവത്തിന്റെ സൃഷ്ടികളെ നാം സംരക്ഷിക്കണം. എല്ലാവരും മനുഷ്യരാണ്. ഞങ്ങൾ മനുഷ്യരെ ബഹുമാനിക്കുന്നു, മാനവികതയെ വിലമതിക്കുന്നു. ഭൂമിയിലെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. മുസ്ലിങ്ങൾ എന്ന നിലയിൽ മനുഷ്യത്വത്തെ വെറുക്കുക എന്നത് നമ്മുടെ സ്വഭാവമല്ല, ഇഹ്സാൻ അൽ നാട്ടൂർ കൂട്ടിച്ചേർത്തു.